അർഹതപ്പെട്ട പൈസ എനിക്ക് കിട്ടിയേ പറ്റുള്ളൂ. എനിക്ക് പെട്ടെന്നൊരു വെരിക്കോസിൻ്റെ അസുഖം വന്നു. ആ വെരിക്കോസിൻ്റെ അസുഖത്തിൽ ഞാൻ ആശുപത്രിയിൽ കിടക്കുകയും എനിക്ക് മറ്റുള്ള നമ്മളെ ആശുപത്രിയിലുള്ള സിസ്റ്റർമാർ, ഡോക്ടർമാർ, ആശമാർ എല്ലാവരും എന്നെ സഹായിക്കുന്നു. ഇപ്പോഴും ഞാൻ ആ സഹായത്തിലാണ് മുന്നോട്ട് പോകുന്നത്. കിട്ടുന്ന ശമ്പളം ഞങ്ങൾക്ക് ഒന്നിനും തികയില്ല. ഈ അസുഖം കൊണ്ട് ഞങ്ങൾക്ക് എന്ത് തികയാൻ? ഒന്നിനും തികയില്ല. കിട്ടുന്ന ശമ്പളം ഞങ്ങൾക്ക് ഒരു തൊഴിലുറപ്പിൽ പോയാൽ ഞങ്ങൾക്ക് കിട്ടുന്നത്, തൊഴിലുറപ്പിലുള്ള ഒരു ജോലിക്കാർക്ക് 346 രൂപ സർക്കാരിൽ നിന്ന് കൊടുക്കുന്നുണ്ട്. ആ ഒരു മേറ്റിന് കൊടുക്കുന്നത് 700 രൂപ. ഈ രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 5 മണി വരെ ഞങ്ങളിങ്ങനെ കയറി ഇറങ്ങിയിട്ട് വരെ തുച്ഛമായ പൈസ ഞങ്ങൾക്ക് വേറെ 200 രൂപ. അതെന്ത് ന്യായം? ഇപ്പോൾ തന്നെ ഞാൻ 13-17 വർഷം കൊണ്ട് ജോലിയാണ്. എനിക്ക് 60 വയസ്സായി. ഇനി 2 വർഷം അവർ 62 വയസ്സിൽ പിരിച്ചുവിടുമെന്ന് പറയണേ. 62 വയസ്സിൽ പിരിച്ചുവിടുമ്പോൾ നമ്മൾ എങ്ങോട്ട് പോകും? മരുന്നിന് പോലും ദിവസം എനിക്ക് ഷുഗറുണ്ട്, പ്രഷറുണ്ട്, BP ഉണ്ട്, അല്ലാതെ തന്നെ ഈ ഭാഗത്തിൻ്റെ അത്യാവശ്യത്തിനകത്ത് 2 ഗുളിക ദിവസം ഒന്നും കഴിച്ചില്ലെന്നുണ്ടെങ്കിൽ എന്നെ പിടിച്ചിളക്കാൻ ഒരാൾ വേണം പിടിച്ചാൽ. ഈ ഗുളിക ഈ മരുന്നും കഴിച്ചുകൊണ്ടാണ് ഈ ഓട്ടം നമ്മൾ കിടന്ന് ഓടണത് പകലില്ല. കേന്ദ്ര സർക്കാർ ഒരു പ്രഖ്യാപനം നടത്തുന്നത് കോവിഡ് വന്ന് മരിക്കുന്ന ആരോഗ്യ പ്രവർത്തകർക്ക് 50 ലക്ഷം രൂപ ധനസഹായം ഉണ്ടാകും. സത്യം ഞാൻ ആലോചിച്ചിരുന്നു. ഇപ്പം ഞാൻ ആലോചിക്കാം, എനിക്ക് കോവിഡ് സമയത്ത് മരിച്ചിരുന്നെങ്കിൽ എൻ്റെ കുട്ടികൾക്ക് ആ 50 ലക്ഷം രൂപ കിട്ടുമായിരുന്നല്ലോ, എനിക്ക് ഈ തെരുവിൽ വന്ന് ഇരിക്കേണ്ടി വരില്ലായിരുന്നു. അതാ ജീവിതം. അതൊന്നും AC കാറിലും EC ചെയറിലും കയറി ഇരിക്കുന്നവർക്കൊന്നും മനസ്സിലാകത്തില്ല കഷ്ടപ്പാടും കണ്ണുനീരും എന്താണെന്ന്. ചെങ്കൊടി കാണുമ്പോൾ എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് അച്ഛനമ്മമാരൊക്കെ പറഞ്ഞു തന്ന കഥ കേട്ട് ഒരുപാട് പേരുടെ ജീവത്യാഗത്തിൻ്റെ ഫലമാണ് മോളെ ആ ചെങ്കൊടിന്ന് കേൾക്കുമ്പോൾ അഭിമാനം ഉണ്ടായിരുന്നു. ഒരു ലാൽ സലാം എന്നുള്ളൊരു പാട്ട് കേൾക്കുമ്പോൾ പോലും ഞങ്ങളവിടെ നിന്നത് ശ്രദ്ധിക്കാറുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് ആ ഒരു ഇതിനെക്കുറിച്ചൊക്കെ ഇന്നത്തെ പാർട്ടിയുടെ പോക്ക് കണ്ടിട്ട് അതിനെക്കുറിച്ചൊക്കെ ലജ്ജ തോന്നുന്നു. കാരണം ഒരു തൊഴിലാളി വർഗത്തോട് യാതൊരുവിധ സ്നേഹവും പരിഗണനയും അവർക്കില്ല. അവർക്ക് രാഷ്ട്രീയം ഇലക്ഷൻ എടുക്കുമ്പോൾ മാത്രമേ സാധാരണക്കാരെ ആവശ്യമുള്ളൂ. അത് കഴിഞ്ഞ് അധികാരത്തിലേറിക്കഴിഞ്ഞാൽ അവർ തൊഴിലാളികളെ പുറംകാലം കൊണ്ട് ചവിട്ടി തെറിപ്പിക്കുന്ന ഒരു പാർട്ടിയായി മാറിക്കഴിഞ്ഞു. ഇങ്ങനെയാണ് ഒരു കമ്മ്യൂണിസ്റ്റ് സർക്കാർ ഭരിക്കേണ്ടത്.